പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സഭ അതിൻ്റെ ഫുൾ സിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ലെ ഒരു പഠനം എനിക്ക് പറയാനായിട്ട് ഹൃദയത്തിൽ പ്രേരണയുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക എന്നൊരു സബ്ജക്റ്റിനെ കണ്ടിട്ട് കാണാൻ കഴിയും. അതിന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു പഠനം എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. സഭ പറയുന്നു, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് അവരോട് പറയുന്നത്, നീ ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകേണ്ടതിന് വെള്ള വസ്ത്രവും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിനെഴുതാൻ ലേപവും വാങ്ങണം. ഈ 3 കൂട്ടം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞ് സഭ അതിൻ്റെ ഫുൾ സിങ്ങിലേക്ക് വരത്തുള്ളൂ. അതുവരെ സഭ ആത്മീക ദാരിദ്ര്യത്തിലും ആത്മീക കുരുടന്മാരായും ആത്മീക നഗ്നന്മാരായി കിടക്കും. ദൈവം കൊടുത്ത രക്ഷാവസ്ത്രം, നീതിൻ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ നഗ്നരായി. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാട് മാറിയപ്പോൾ കുരുടന്മാരായി. പിന്നെ ദൈവസഭയ്ക്ക് കൊടുത്ത പഥ്യവചനം, പഥ്യോപദേശം അത് നഷ്ടപ്പെടുത്തിയപ്പോൾ സഭ ആരായി? ദാരിദ്ര്യത്തിലേക്ക് പോയി. ഈ 3 അവസ്ഥ തിരിച്ചു പിടിച്ച് സഭ അതിൻ്റെ ആത്മീകമായ തികവിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങുന്നത്. ഇന്നങ്ങനെയാണോ എല്ലാ കൂട്ടങ്ങളും പോകുന്നത്? നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരു പേരുണ്ടാക്കി, ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, അതിൻ്റെ തലപ്പത്തിരുന്ന് അധ്യക്ഷം കളിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പ്രസിഡന്റ്, നീ സെക്രട്ടറി. പണ്ട് ഞാൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാൻ പ്രേരണയുണ്ട്. പണ്ട് ഞാൻ ഓർക്കുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ കൊച്ചുകുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ പോലീസ്, നീ SI, അല്ല നീ SI, ഞാൻ SI, നീ പോലീസ്, നീ കോൺസ്റ്റബിള്, ഇങ്ങനെ പറഞ്ഞ് കളിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാജാവ്, നീ പ്രജ, നീ ഇന്നാള്, നിന്നാള് എന്ന് പറഞ്ഞ പോലെയുള്ള കളി എവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ. ഒരു കർത്താവിൻ്റെ ദാസൻ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മുടെ ആത്മീക പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് അനുകരിക്കാൻ പറ്റിയ ഒരൊറ്റ ലീഡർ നമുക്കില്ലാതെ പോയി. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ചെയ്യാം, 100% ഞാനതിനെ പിന്താങ്ങുക. അതുകൂടി പറയാം, ഇന്നത്തെ ആത്മിക പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളിൽ അതിൻ്റെ ലീഡർഷിപ്പ് തലപ്പത്ത് നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ മനുഷ്യനിരിപ്പില്ലെന്ന്. എല്ലാം ജഡികന്മാരെ. പേരും പ്രശസ്തിയും ധനവും മാനവും കിട്ടിക്കഴിഞ്ഞപ്പോൾ ആത്മീക മൂല്യച്ഛതി സംഭവിച്ച് ആത്മീക ദാരിദ്ര്യത്തിലും ആത്മീക കുരുടിലും ആത്മീയ നഗ്നതയിലും വ്യക്തികൾ മാറി എന്ന് പറയുന്നത് സത്യമാണ്. എനിക്ക് കിട്ടിയ വചന പരിജ്ഞാനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം. എനിക്കതേ പറയാനുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പെന്തക്കോസ്തുകാരനായ എനിക്ക് 25 വർഷം വേണ്ടി വന്നു. 25 വർഷം എൻ്റെ പെന്തക്കോസ്ത് ജീവിതം സൈലൻ്റായിട്ട് പോയി. ദൈവസഭ ഒരു ബ്രാക്കറ്റ് പീരീഡ് അന്ധതയിൽ പോയെന്ന് പറഞ്ഞ പോലെ ഒരു കുരുടിൻ്റെ അനുഭവത്തിലേക്ക് 10-25 വർഷം പോയി. അതിനുശേഷം ദൈവവചനം പഠിപ്പിക്കുന്ന പിതാക്കന്മാരായ വിശുദ്ധന്മാരിൽ നിന്ന് ഈ പഥ്യോപദേശം കേട്ട് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരാനിടയായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ദൈവവചനം പറയുന്നത്. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ഈ കഷ്ടങ്ങളിൽ, വെളിപ്പാട് 3:2 വായിച്ചേ, ഉറച്ചു വായിച്ചേ. സ്തോത്രം. തെസ്സലോനിക്ക 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഈ കഷ്ടങ്ങളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ കഷ്ടങ്ങളിൽ 1 തെസ്സലോനിക്കർ 3:2, ഈ കഷ്ടങ്ങളിൽ ഹല്ലേലൂയ, 1 തെസ്സലോനിക്കർ 3:2, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട്
നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. ഇവിടെ കഷ്ടത മാറ്റാൻ പ്രവാചകന്മാരെ വിളിച്ചോണ്ട് വരിക സഭകളിൽ. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ തിമോഥെയോസ് വന്ന് ദൈവവചനം പ്രസംഗിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചും ആത്മീയ വളർച്ചയെക്കുറിച്ചും ആത്മീയ വർധനവിനെക്കുറിച്ചും ആത്മീയ നിറവിനെ കുറിച്ചുമുള്ള ശക്തമായ ദൈവവചനത്തിന്റെ പ്രബോധനങ്ങൾ പ്രസംഗിച്ച് കേട്ട് വിശ്വാസികൾ വിശ്വാസത്തിൽ ബലപ്പെട്ട് അവർ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും വന്നു കഴിയുമ്പോൾ അവർ കരുത്തന്മാരായി നിൽക്കും. സാമ്പത്തികം ഒന്നും ഒരുപക്ഷെ വേണ്ടതുപോലെ ഉണ്ടായിരുന്നില്ല വരും. പണവും ധനവും മാനവും കസേരയൊന്നും കിട്ടിയില്ലെന്ന് വരും. ലൂക്കോസിൽ 16-ാം അധ്യായത്തിൽ പറയുന്ന 2 വ്യക്തികളുണ്ടല്ലോ, ധനവാനും ലാസറിനും. ലാസറിന് ഏത് കസേര കിട്ടിയേ? ധനവാൻ ചെല്ലുന്നിടത്തൊക്കെ അവന് കസേരയാ. ഒരു പൊളിറ്റിക് മീറ്റിങ്ങിൽ ചെന്നാലും ഒരു ആത്മീയ കൂട്ടായ്മയിൽ ചെന്നാലും ഇവിടെ ചെന്നാലും കസേരയാ. ലാസറിനോ ഒന്നും കിട്ടിയില്ല. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ കിട്ടിയില്ലേ? ഇതെന്താ മനസ്സിലാക്കാത്ത? ഇങ്ങനെ ദൈവവചനം പഠിക്കേണ്ടത്. ഈ ഭൂമിയിൽ നമുക്ക് എന്ത് കിട്ടും? ആടിയും ഈടിയും, ഒരുപക്ഷെ കത്തിയും കൊലപാതകവും, ഒരുപക്ഷെ സ്വത്രം ഉപദ്രവങ്ങളും നിന്ദകളും പഴികളും ദുഷികളും, ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ ഒരു ദൈവവൈതലിനെ ദൈവം മാനിക്കുന്നത് നിത്യതയിലാണെന്നുള്ള വെളിപ്പാട് പെന്തക്കോസ്തുകാരെ നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. നമുക്കിവിടെ കസേരയ്ക്കും നമുക്കിവിടെ ഭൗതികത്തിനും നമുക്കിവിടെ ലോകത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മൾ തകർന്നു കിടക്കുന്നത്. നമ്മൾ തകർന്നു കിടക്കുക, തരിപ്പണമായി കിടക്കുക. ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഞെരുക്കിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്തിനെ ഞെരുക്കി അതിനെ നശിപ്പിച്ചു. അതാ മുള്ളിലിടയിൽ വീണത്. പാറപ്പുറത്ത് വീണതോ വേരില്ലായികയാൽ വചനം ഉള്ളിലോട്ട് കയറുന്നില്ല, കേട്ട് അങ്കളയ്യ. വഴിയരികെ വീണതോ ഭയങ്കര സന്തോഷം കേട്ടപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിശാച് വന്ന് വചനെടുത്തുകൊണ്ട് പോയി. പെന്തക്കോസ്തുകാരുടെ ഉള്ളിൽ വചനമില്ലെന്ന് സാരം, പാട്ടും നൃത്തവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ കാണാനുമുണ്ട്. അവരുടെ വിശ്വാസവും അവരുടെ പ്രത്യാശയും അവരുടെ സന്തോഷവും അവരുടെ സമാധാനവും കാണാനുണ്ട്. എന്താ ഇവിടെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ഈ പറയണേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 6-ന്റെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എഫേസ്യർ 6-ന്റെ 16. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമായ പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. മതി. 7 സർവായുധ വർഗം എന്നുള്ളൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഇടയ്ക്ക് 7 സർവായുധ വർഗം പറഞ്ഞപ്പോൾ ഒരച്ചാൻ പറയാം 7 ഇല്ല 6 ഉള്ളൂ. ഞങ്ങളെ പഠിപ്പിച്ച വയോവൃദ്ധന്മാരെ 8 പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 പത്രോസ് 4-ന്റെ 1-ാം വാക്യത്തിൽ കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പീൻ. അത് വചനമല്ലേ? അപ്പൊ നമ്മളത് വിശ്വസിച്ചു. വചനം പറയുന്നത് നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? വചനത്തെ നിന്ദിച്ചാൻ ഉത്തരവാദി അവരായിരിക്കും. അപ്പോൾ ഒരു അച്ചായൻ പറയും 6 ഉള്ളൂ എന്ന്. പുള്ളിയുടെ പുസ്തകത്തിൽ അതേ ഉള്ളൂ. കാരണം പുള്ളിക്ക് ഇത് വചനമൊന്നും ഒരു വിഷയമല്ല. എന്താ ചെയ്യാന്ന് പറയുക? ഇന്റർനാഷണൽ പാസ്റ്റർമാരായിട്ട് ചമഞ്ഞ് നടക്കുന്ന പലർക്കും ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ വേണ്ട രീതിയിൽ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ 100% ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഒരു വകയറിയത്തില്ല. ചുമ്മാ ഷോ കാണിക്കുക. ഞാനെന്തോ സംഭവമാണെന്ന് മറ്റുള്ള മുമ്പിൽ കാണിക്കുക. ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യം സമ്മതിക്കോ? ആദ്യം ചെയ്യില്ല. സോക്രട്ടീസ് പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്നുള്ളതാണ്, എനിക്ക് എല്ലാ അറിവും ഇല്ലെന്നുള്ളത് അറിവാണ് എൻ്റെ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പലരും പറയുന്നത് കേട്ടാൽ എന്ത് ചെയ്യാനാണ്?
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം എല്ലാറ്റിനും മീതെ 7 സർവായുധ വർഗങ്ങളിൽ ഏറ്റവും പ്രധാനം വിശ്വാസം എന്ന പരിച. ഒന്നുകൂടി വായിച്ച വാക്യം. ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. 7:16, 6:16 എഫേസ്യ ലേഖനം. ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും. അതാ വാക്യത്തിലുള്ള ഗൗരവം മനസ്സിലാക്ക്. പിശാചിന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിച. പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കേ. പിശാച് നിന്നെ ഇട്ട് പന്തടിക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ വിശ്വാസം നിനക്കില്ല. അതൊരു പരിചയമായിട്ട് പൗലോസ് പഠിപ്പിക്കുക. നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല അറിവുണ്ട്, ലോകം മുഴുവൻ തലയെ കയറ്റി വെച്ച് കിടക്കുക ഇന്നത്തെ ആത്മീയരെന്ന് പറയുന്നവർ. പക്ഷെ വചനത്തിന്റെ ജ്ഞാനം ഉള്ളിലില്ല. ഞാൻ ഈ വാക്യം ചിന്തിപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എല്ലാറ്റിനും മീതെ വിശ്വാസമെന്ന പരിചയം എടുക്കണം. എന്തിനാ? ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ. അപ്പൊ വിശ്വാസമെന്ന പരിചയം ഇല്ലെങ്കിൽ ദുഷ്ടന്റെ തീയമ്പ് നിന്റെ തലമണ്ടയിലോട്ട് കയറും. പിന്നെ എത്ര വചനം പറഞ്ഞാലും ഒരു ഗുണവുമില്ല. മനസ്സിലായോ? ഞാൻ ഈ വചന വ്യാഖ്യാനം പറയുന്നത് നിങ്ങൾ തെറ്റാണെങ്കിൽ എന്നെ തിരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിനോട് എതിർത്തിൽപ്പീൻ, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്തിൽപ്പീൻ എന്ന് അപ്പോസ്തലന്മാർ പറയുന്നത് ചുമ്മാ അല്ല. എതിർത്ത് നിന്നില്ലെങ്കിൽ നിന്റെ തലമണ്ടയിൽ അവൻ കയറിയിരിക്കും. അവന്റെ തീയമ്പ് നിന്റെ തലയിൽ വന്ന് അടിക്കും. ഹല്ലേലൂയ. ഈ പട്ടാളക്കാരൊക്കെ തലമണ്ട, ഈ ഇസ്രായേൽ പട്ടാളക്കാർ നല്ല ഒന്നാമത്തെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അവര് ഒരുമാതിരിപ്പെട്ടതൊന്നും അവരുടെ തലയിൽ അടിക്കരുത്, യേശത്തില്ല. സ്തോത്രം. ഇത് വിശ്വാസമെന്ന എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളെ തടുപ്പാൻ തക്കോണം വിശ്വാസമെന്ന പരിച. ഈ പരിചയം ഉണ്ടെങ്കിലേ വിശ്വാസം, നല്ല കറതീർന്ന വിശ്വാസം, കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ശതാധിപനുണ്ടായ വിശ്വാസം, രക്തസ്രാവിക്കാരിക്കുണ്ടായ വിശ്വാസം, ബാല മരിച്ചു പോയപ്പോൾ ഭയപ്പെടേണ്ടെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ആ മനുഷ്യന്റെ വിശ്വാസം, അതാ വിശ്വാസം. ഇത് ചുമ്മാ ഒന്നും കിട്ടത്തില്ല. അപ്പോസ്തലന്മാർ പോലും പറഞ്ഞു, എന്താ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കണമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, 2-3 ബാങ്കിൽ നിറഞ്ഞു കിടപ്പുണ്ട്, മറ്റുള്ളിടത്തുകൂടി നിറയ്ക്കാനായിട്ട് അവിടെ നിന്ന് കൃപ ചെയ്യണമേ. നിറച്ചുകൊണ്ടിരിക്കുക, സാത്താൻ നിറച്ചുകൊണ്ടിരിക്കുക. അവസാനം ഇതിന്റെ കയ്പ് തിന്നുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമാണ്. അനുഗ്രഹമെന്ന് പണ്ട് പാസ്റ്റർ പറഞ്ഞത് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. മഹോദര കാലത്തെ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അവസാനം മനസ്സിലാക്കാതിരുന്നാൽ അവസാനം മനസ്സിലാകത്തില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവമക്കളെ, ഞാൻ എന്തിന് ഇച്ചിരി കട്ടിയായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താ? നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തുപോയി. ഇന്ന് കാണുന്ന സംഭവങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവമക്കളുടെ വീണ്ടെടുപ്പിൻ്റെ കാലം അടുത്തുപോയി. അവരുടെ വീണ്ടെടുപ്പുകാരൻ വരാറായി, അവിടെ മണവാളൻ വരാറായി, അവിടെ രക്ഷാനായകൻ വരാറായി, ദൈവസഭ ചേർക്കപ്പെടാൻ സമയമായി, കാഹളം ധ്വനിക്കാൻ സമയമായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. ലോകത്തിലെ മഹാരഥന്മാർ, ലെനിനും സോക്രട്ടീസും, പിന്നെ വേണ്ട ലോകത്തുള്ള വലിയ വലിയ ബുദ്ധിജീവികൾ, വലിയ വലിയ ക്യാരക്ടേഴ്സ്, അവരെവിടെ പോയെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തിരികെ വരും. യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തം അത് നിവൃത്തിയാകാൻ പോവുകയാണ്. നമ്മുടെ ആത്മീക നിലവാരം എങ്ങനെ ഇരിക്കുന്നു? ഇന്നത്തെ സബ്ജക്റ്റ് ഫെയ്ത്ത് എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുപ്പാൻ തക്കോണം വിശ്വാസം എന്ന പരിച പെന്തക്കോസ്ത് സമൂഹമേ നിങ്ങൾക്കുണ്ടോ?
നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കാണുമായിരിക്കാം, റവറൻ്റ് പട്ടം കാണുമായിരിക്കാം, സെൻട്രൽ ലോക്കൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പദവികൾ നിങ്ങൾ അലങ്കരിക്കുന്നുണ്ടാകാം. അതൊക്കെ നിങ്ങൾക്ക് ഇരുന്നോട്ടെ, അതൊന്നും എനിക്കറിയണ്ട. കാക്കാശിന് വില കൊടുക്കുന്നവനല്ല ഞാനത്. ഇനിയും ചോദിക്കുന്നു, വിശ്വാസമെന്ന പരിചയമുണ്ടോ നിങ്ങൾക്ക്? സത്യം അരക്കി കെട്ടിയിട്ടുണ്ടോ? നീതി എന്ന കവചം ധരിച്ചിട്ടുണ്ടോ? സത്യം ഇറക്കി കിട്ടി, നീതി എന്ന കവചം ധരിച്ച്, രക്ഷ എന്ന ശിരസ്ത്രം. അത് ക്ലിയറായിട്ടൊന്ന് ഒന്ന് പറഞ്ഞു പോകാൻ കർത്താവിൽ ശരണപ്പെടുക. കാരണം പലർക്കും ഇതൊന്നും അറിയത്തില്ല, ഈ സംഭവങ്ങൾ. കുറച്ച് പേർക്ക് അറിയാമെങ്കിലും അവരൊക്കെ മറന്നിരിക്കുന്നവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാനായിട്ട് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നത്. അതുകൊണ്ടാണ്. സ്തോത്രം. ആ വാക്യം ഇങ്ങനെ തന്നെ, ഒടുവിൽ കർത്താവിലും അവൻ്റെ മതിവൃത്തിന് ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർലോകങ്ങളുടെ ദുഷ്ടാത്മസേനോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും ഇത് ദുഷ്ടൻ്റെ തീയുമ്പോളെ ഒക്കെയും കേൾപ്പാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. 8ാമത്തെ ആയുധം ഏതാ? കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചും കൊണ്ട്. അത് പത്രോസ് തരുന്നതാണ്. 7 പൗലൂസും 1 പത്രോസ്. അപ്പോൾ ഇവിടെ അച്ചായൻ പറഞ്ഞ 6 ഉള്ളൂ. ഉള്ള പുസ്തകത്തിൽ 6 ഇല്ല, അത് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, തിരുവചന ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ച് മുൻപോട്ട് പോകണം. ദൈവവചനം അനുസരിക്കാതെ ഒരെണ്ണത്തിന് ദൈവരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും ഞാൻ അത് നിങ്ങളോട് പറയുക. അതിനാ കർത്താവ് വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഏലിപുരോഹിതന്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. ഇപ്പോൾ വചനമില്ല. ഇല്ല, വളരെ കുറച്ച് പേരെ പത്യവചനം സത്യവചനം പറയുന്നുണ്ട്. നല്ലൊരു പെർസെൻറ്റും മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പ്രവൃത്തി 20:20 എന്താണെന്നറിയാമോ? പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു. എൻ്റെ ഈ പ്രയോജനം കർത്താവിൻ്റെ വരവിൽ പോകാൻ പ്രയോജനമുള്ളത്, അല്ല വേറെന്താ. 10 ചക്രം ഉണ്ടാക്കാനുള്ളതല്ലെന്ന്. ദൈവരാജ്യം പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, നിത്യത പ്രാപിക്കുവാൻ, രൂപാന്തര ശരീരം പ്രാപിക്കുവാൻ, 1000 ആണ്ട് വാഴ്ച പ്രാപിക്കുവാൻ, പുതിയ ആകാശം പുതിയ ഭൂമി പ്രാപിക്കുവാൻ, നിത്യതയിൽ ചെന്നെത്തുവാൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അപ്പോസ്തലനായ പൗലൂസും പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായവർ മനോഹരമായ നിലയിൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം എന്നുള്ള വ്യവസ്ഥയിൽ പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം വരെ മനോഹരമായി നമ്മൾ എഴുതി നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു പഠിക്കാൻ കഴിയാതെ നമ്മുടെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിറകെ പോയാൽ അവസാനം വിലപിക്കേണ്ടി വരും. നമ്മുടെ വിലാപം കാണാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ. കൈവിടപ്പെട്ടവരും കൂടെ കാണും, അല്ലാതെ മറ്റാരും കാണത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ആ ഒറ്റ വാക്യത്തിൽ തന്നെ നിന്ന് പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നുകൊണ്ടിരിക്കും. എന്തോ ഒരു മനോഹരമായൊരു വാക്യം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ. ഏതിൽ സ്ഥിരപ്പെടുത്തണം? വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായിട്ട് തിമോത്തിയോസിനെ തെസ്സലോനിക്ക സഭയിലേക്ക് പൗലോസ് അയച്ചിരിക്കുക. ഇന്നത്തെ സഭകളിൽ അവരുടെ അധ്യക്ഷന്മാർ പലരെ അയക്കുന്ന പണപ്പിരിവിനും പിന്നെ ആവശ്യമില്ലാത്ത ഗുണമില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി അയക്കുമ്പോൾ വിശ്വാസികളെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്ത് പിശാചിനോടും ലോകത്തോടും ജഡത്തിനോടും പിശാചിനോടും പോരാടുവാൻ പ്രബോധിപ്പിക്കുന്ന എത്ര ശുശ്രൂഷകന്മാരുണ്ട്.
ഞാൻ ചോദിക്കുക. ഞാൻ ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദനയാണ്. കാരണം ഒരു ഗുണനിലവാരമില്ലാത്ത വിഷയങ്ങൾ ജനത്തെ പഠിപ്പിച്ച് ലോകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സന്ദേശങ്ങളാണ് ഏറെയും എന്ന് പറയുന്നതിൽ അതീവ ദുഃഖമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നിർത്തുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്തവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും. പാറ പോലെ ഉറച്ചൊരു വിശ്വാസ ജീവിതം. ഈ മെട്രോ പില്ലറിനെ കുറിച്ച് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഈ പില്ലറ് ഉറപ്പിക്കുന്നത് റോക്കില, പാറയില. കുഴിച്ച് പാറ കണ്ടിട്ട് ആ പാറ ഡ്രില്ല് ചെയ്തിട്ട് അതിലേക്ക് കമ്പി ഇറക്കിയിട്ടാണ് അവിടെ നിന്നാണ് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ തൂണുകളിലൂടെ ഈ ട്രെയിനൊക്കെ ഓടുന്നത്. അല്ലെങ്കിൽ ചത്തോ പൊത്തോ എന്നും പറഞ്ഞ് നിലത്ത് കിടക്കും ട്രെയിൻ. നമ്മൾ വിചാരിക്കുന്ന കുറേ കുഴി കുഴിച്ച് അതിൻ്റെ മുകളിലോട്ട് ഒരു തൂണ് നടത്തി അതിലാണ് മെട്രോ ഓടുന്നത്. നോ, സ്വത്രം പെട്രോ പാറക്കഷ്ണം. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, നീ പാറയാകുന്നു. അവൻ്റെ വിശ്വാസം പാറ പോലെ ഉറപ്പുള്ളതാ, ദൃഢമായതാ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ വിശ്വാസം പാറ പോലെ ബലമുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസം വിലയിരിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുന്നോ അതോ ആടി ഉലഞ്ഞു പോകുന്നോ? എടുക്കാം റോമാലേഖനം 4:17 മുതൽ. ഒരു പഴയ മനുഷ്യനുണ്ടായ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് വചനത്തിലൂടെ ഒന്ന് ധ്യാനിക്കാം. പഴയ മനുഷ്യനുണ്ടായ വിശ്വാസം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17. ഞാനങ്ങ് വായിച്ചോളാം. ഞാൻ വായിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ച് സംഭവം തീർക്കാൻ പറ്റും. തപ്പി കിടന്നു ഞാൻ വായിച്ചോളാം. 4:17 മുതൽ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. ദൈവം ആരാണെന്ന് അവൻ വിശ്വസിച്ചു? മരിച്ചവരെ ജീവിപ്പിക്കുകയാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് അവൻ വിശ്വസിച്ചു. 75 വയസ്സിൽ വാഗ്ദത്തം ലഭിച്ചു. 100 വയസ്സിൽ വാഗ്ദത്ത നിവൃത്തിയുണ്ടായി. ഈ 25 വർഷം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുവാൻ ഈ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ മഹത്വം കൊടുത്തുകൊണ്ട് 100 വർഷം വരെ പോയി. അപ്പോഴത്തേക്ക് വാഗ്ദത്ത നിവൃത്തി കിട്ടി. ലോകത്തിൽ ആർക്ക് കിട്ടും അനുഭവം? ആർക്കെങ്കിലും ഉണ്ടോ വിശ്വാസം? വിശ്വാസികളുടെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുമല്ലോ ചുമ്മാ. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. ഇറങ്ങി വചനത്തിലൂടെ പഠിക്കണം. ഉൽപ്പത്തിയും റോമാലേഖനത്തിലൂടെയൊക്കെ ഒന്ന് പഠിക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങൾ ചികഞ്ഞെടുത്ത് പഠിക്കണം. അവിടെ അത് മനസ്സിലാവൂ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമ്മൾക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി യുവളമാകുമെന്ന് അരുളിയിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിപരീതമായി ആശയോടെ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? കാരണം വാഗ്ദത്തം ലഭിച്ചെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറയ്ക്ക് വയസ്സായി, അബ്രഹാമിനും വയസ്സായി, പ്രായമുള്ളവരായി. ഇന്നൊരു കുഞ്ഞ് ജനിക്കത്തില്ല. ആശയ്ക്ക് വിപരീതം. ആശിച്ച കാര്യം കിട്ടാൻ സാധ്യതയില്ല, വിപരീതമാണ്. ലോകപ്രകാരം ചിന്തിച്ചാൽ, ജഡപ്രകാരം ചിന്തിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. ജഡീകന്മാരായ വിശ്വാസികൾക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ലോകത്തിൽ നിന്ന് പ്രാപിക്കാം. വീട് നമസ്കരിച്ച മുഴുവൻ എൻ്റെ ഇല്ലേ ഇരിക്കുന്നത്, തരാന്നല്ലേ പറഞ്ഞ് അങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു പറച്ചിലൂടെ വിശ്വാസം ചുമ്മാ പറയുക. യോഹന്നാനിലേക്ക് വരട്ടെ.
ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. അവർ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർവീത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഒന്ന്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചു. 2, ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. 3, ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. 4, ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു. അവിശ്വാസം ഉണ്ടായില്ല, വിശ്വാസത്തിൽ ഉറച്ചു. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആ പദം എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചേ. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ, അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ ചുമ്മാ വാദോരാതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. എന്താണ് അതിൻ്റെ കാരണമെന്ന് പൗലൂസ് പഠിപ്പിക്കുക. ഞാൻ പണ്ടിങ്ങനെ ചിന്തിച്ചു, ഈ അബ്രഹാമിനെയും ഈ പഴയകാല കഥാപാത്രത്തെയൊക്കെ എന്തിനാണ് ഈ പൗലൂസ് എടുത്ത് പഠിപ്പിക്കുന്നത്? ആ ആഴമായൊരു വിഷയങ്ങളുണ്ട് അതിൽ. നമുക്ക് ഒത്തിരി അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇന്ന് ദ്രവ്യാഗ്രഹികളായി നടക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളും ഇതിൽ നിന്ന് ഗുണപാഠം പഠിക്കണം. വാഗ്ദത്തം പ്രാപിച്ചാൽ ആ വാഗ്ദത്തം നിവൃത്തിയിലേക്ക് നടത്തപ്പെടണം. അവനൊരു സന്തതിയാണ് വാഗ്ദത്തം കൊടുത്തത്. നമുക്ക് സ്വർഗരാജ്യമാ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടതിന് നിങ്ങളെയും പിന്നെ നിങ്ങളെ എൻ്റെ അടുക്കൽ വന്ന്, അത് നമുക്ക് തന്ന വാഗ്ദത്തമാണ്. അത് പത്രോസിന് കൊടുത്ത ഭാഷയെ, അത് കർത്താവിൻ്റെ ശിഷ്യന്മാർ കൊടുത്ത ഭാഷ. അങ്ങനെ ഇരുന്നു ഞാൻ വിശ്വസിക്കുക, എനിക്ക് തന്ന വാഗ്ദത്തമാണ്. ഞാനത് വിശ്വസിക്കുക. ദൈവമക്കളെ, ഈ ആത്മീക വചനത്തിൻ്റെ വെളിപ്പാടുകളുടെ ആ ആഴങ്ങൾ ഇന്ന് പലക്കാലം ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെ ഇരിക്കും നമ്മുടെ വിശ്വാസം? അതുകൊണ്ട് ആ തിമോത്തിയോസിനെ തെസ്സലോനിക്ക സഭയിലേക്ക് അയച്ചത് പണപ്പിരിവ് നടത്താനല്ല, കൺവെൻഷൻ നടത്താൻ വേണ്ടി കാശുണ്ടാക്കാനല്ല. ഇന്നിപ്പോൾ അതിനാ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തിമോത്തിയോസിനെ അയച്ചതുപോലെ ഒരു സഭകളിലും ഒരു ലീഡർമാരും ആരെ അയക്കുന്നില്ല. അതിനുള്ള ദർശനമുള്ള ശുശ്രൂഷന്മാരും ലീഡേഴ്സൊന്നും നമുക്കില്ല. പണ്ട് ടിമല പാസ്റ്റർ പറഞ്ഞതുപോലെ, ബാബു ജോൺ പാസ്റ്റർ പറഞ്ഞ പോലെ, ആത്മീക നേതൃത്വത്തിൽ പുഴുക്കുത്തി പിടിച്ച ലീഡർമാരാണ് നമുക്കുള്ളത്. ഒരൊറ്റ ആത്മീകനെയും കാണാനില്ല. ബഹുഭൂരിപക്ഷം ദ്രവ്യാഗ്രഹികളും ലോകസ്നേഹികളുമാണ്. അവിടെ ആടുകളെ അവർ ലോകത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനതിന് പറയുന്നത് നരകത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു മടങ്ങി വരവ് നമുക്ക് ഉണ്ടായേ മതിയാവും. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച അബ്രഹാം വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു. ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, സംശയം വന്നില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. അത് ഏറ്റവും പ്രധാന ഒരു കാര്യമായിട്ട്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അബ്രഹാമിൻ്റെ പ്രത്യേകത, അബ്രഹാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. കൂടെ പോകുന്ന ഗുണം പിടിക്കാത്തവൻ എന്ത് ചെയ്യൂ? നീരോട്ടം നോക്കി കിടന്നു. അബ്രഹാം ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൂതന്മാരുമായിട്ട് സല്ലപിച്ച് സന്തോഷിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോയപ്പോൾ മറ്റവൻ നീരോട്ടം, ഇന്നത്തെ നല്ലൊരു കൂട്ടർ നീരോട്ടം നോക്കി കിടക്കുക. നിങ്ങളുടെ ഗതി ലോത്തിന് സംഭവിച്ചു തന്നെ സംഭവിക്കും. എന്താ ലോത്ത് എന്ത് ചെയ്തു? നീതിമാനായ ലോത്ത് എന്ത് ചെയ്തു? വലഞ്ഞുപോയി. മിസ്സിസ് ലോത്ത് എന്ത് ചെയ്തു? ഉപ്പ് തൂണായിപ്പോയി, ഡെഡായിപ്പോയി. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഒരു മുന്നറിയിപ്പായിട്ട് ഇന്ന് തൽക്കാലം ഈ വചനങ്ങൾ എടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അബ്രഹാം അങ്ങനെ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഞാൻ മുമ്പോട്ട് പറയാൻ പോയാൽ ഈ ഫെയ്ത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെ ഒത്തിരി എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ സമയം കളയാൻ എൻ്റെ മുൻപിൽ ഇല്ല. ഒത്തിരി വിഷയങ്ങൾ കിടക്കുക. ഒരു കാര്യം കൂടി പറയാൻ താല്പര്യമുണ്ട്. അത് ഹൃദയത്തിൽ ആ ചിന്ത വന്നതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം
ഹല്ലേലൂയ. ആ ഫോണൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിടും. എബ്രായലേഖനം 11-ാം അധ്യായം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. വിശുദ്ധന്മാരുടെ പട്ടികയൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ മാത്രം ഞാൻ പറഞ്ഞങ്ങ് വിടുക. വിശ്വാസത്താൽ ഹാബേൽ കായന്റെ ഇതിലും ഉത്തമമായ യാഗം, അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷി ലഭിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഇസഹാക്ക്, വിശ്വാസത്താൽ യാക്കോബ്, വിശ്വാസത്താൽ യോസേഫ്, വിശ്വാസത്താൽ മോശ. എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം പറയുകയാണ്, ഇനി എന്തു പറയുണ്ടു? ഗിദെയോൻ, ബാരക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുവാൻ സമയം പോരാ. വിശ്വാസത്താൽ ഒരു രാജ്യങ്ങളുടെ ഇടയ്ക്ക് നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലിഹീനത ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്പട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലെറേറ്റു, ഈർച്ച വളലർക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇത് പറയാനാണ് ഞാൻ ഇത്രയും ഭാഗം വായിച്ചുകൊണ്ട് വന്നത്. ഈ വിശ്വാസവീരന്മാർക്ക് ലോകം യോഗ്യമല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസിയെ നിനക്കും ലോകം യോഗ്യമല്ല. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് എന്ത് ചെയ്തു? ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ എന്ത് ചെയ്തു? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പെന്തോക്കോസുകാരുടെ ഹൃദയം കുരുടാക്കി എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് വിശ്വാസ വീരന്മാരായിരുന്ന ഒരു വലിയ സമൂഹം പാസ്റ്റർമാരുണ്ട്. അവരൊക്കെ ഇന്ന് അമേരിക്കയിൽ, ലണ്ടനിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുക. ഒരെണ്ണം ശരിയായ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നിൽക്കുന്നവരായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം. ഞാനേരെയും വിധിക്കുന്നില്ല. പക്ഷെ എൻ്റെ മുൻപിൽ ചില ദൃഷ്ടാന്തങ്ങൾ പറയാനുണ്ട്. അവരൊക്കെ വിശ്വാസം തകർന്ന് തരിപ്പണമായതാണ്. അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഉമനോക്സിലെയും അലസാന്തറിൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാരും കാണുന്നില്ല. കുറെ ഭൗതികം വർദ്ധിച്ച്, കുറെ റവറൻഡ്, ഡോക്ടർ, കുറെ സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം കാറ്റിപ്പുറത്തി നാശത്തിലേക്ക് പോയവരുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. അവരെല്ലാവരും ലോകമവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്താ കാര്യം? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. നമുക്ക് വേണ്ടി മുൻകരുതിയത് മണവാട്ടിപ്പദം, തൻ്റെ കാന്ത എന്നുള്ള പദം. അവരെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ.